ഒരു പക്ഷിക്ക് 2 ചിറകുകളുണ്ടെങ്കിൽ സുഖമായിട്ട് പറക്കാനൊക്കെ തോന്നും. അന്യഭാഷയും കൃപാവരങ്ങളുമാണ്. ഒരു ചിറക്, മറ്റേ ചിറക് തളർന്നു കിടക്കുക. 2 ചിറകില്ല പക്ഷിക്ക് ആ ഒരു ചിറകാണ് ഫലം, ദൈവിക ഫലം. ആ ദൈവിക ഫലം നമുക്ക് കണ്ടെടുക്കാൻ കഴിയുന്നില്ല. ഞങ്ങൾ ഇന്നതൊക്കെ ചെയ്തു, ഞങ്ങൾ ചിലതൊക്കെ വേർപെട്ടു, ഞങ്ങളെ നോക്കും, ഞങ്ങൾ കുഴപ്പമില്ല. പക്ഷെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം. ക്ഷമിക്കാൻ കഴിയുന്നുണ്ടോ? ക്ഷമിക്കണം മറ്റുള്ളവരോട്. 1000 താലന്ത് കലപ്പെട്ടവൻ ഇളച്ചു കിട്ടിയപ്പോൾ 100 താലന്ത് കടപ്പെട്ടവന്റെ കഴുത്തിന് പിടിക്കുന്നുണ്ട് യേശു ഉപമയിൽ പറയുന്നുണ്ട്. ക്ഷമിക്കാനും വിട്ടയക്കാനും സഹിക്കാനും പൊറുക്കാനും ഒക്കെ ദൈവമക്കളിലേക്ക് അങ്ങനെ ഒരു കാര്യം വന്നാൽ, ഞാനും അല്പം ദേഷ്യമൊക്കെ ഉള്ള ആളാണ്. ചിലപ്പോൾ ഞാൻ ചില ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ കുഞ്ഞാനെ പോലും അല്ലെ സഭയിലാണ് ക്ഷമിക്കണമേ എന്ന് പറയാൻ ഇപ്പൊ പിന്നെ ദൈവകൃപയാൽ അതിനും ദൈവം ഒരു കൃപാന്തരമുണ്ട്. ക്ഷമിക്കണമേ എന്ന് പറയാൻ മടിക്കൽ. ഭർത്താവ് ഭാര്യയോട് പറയാൻ മടിക്കൽ. ഭാര്യ ഭർത്താവിനോട് പറയാൻ മടിക്കൽ. വിശ്വാസികളുടെ കുടുംബം മാതൃകാരിക്കണം. കുഞ്ഞുങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവഭയം ഇന്ന് നമ്മളിൽ നഷ്ടപ്പെടും. ഈ ദൈവഭയമാണ് ഉണർവ് കൊണ്ടുവരുന്നത്. ആ ദൈവഭയം വരുമ്പോൾ മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കഴിയും. ദൈവഭയം വരുമ്പോൾ മറ്റുള്ളവരെ കരുതാനും കഴിയും. ദൈവഭയം നമ്മളിലേക്ക് വരുമ്പോൾ നല്ല മനസ്സാക്ഷി നമ്മളിൽ വരും.